ഇലക്ട്രോ കെമിസ്ട്രി ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അത് കെമിസ്ട്രിയുടെ ഒരു ബ്രാഞ്ചാണ്. അത് കെമിക്കൽ എനർജിയും ഇലക്ട്രിക്കൽ എനർജിയും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് പറയുന്നത്. ഇലക്ട്രോ കെമിസ്ട്രി, ഇലക്ട്രോ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്, കെമിസ്ട്രി എന്ന് പറയുമ്പോൾ അതിനെ കുറിച്ചിട്ടുള്ള സ്റ്റഡിയാണ്. അപ്പൊ ഇലക്ട്രോ കെമിസ്ട്രിയാണ് ഇലക്ട്രിക് എനർജിയും കെമിക്കൽ എനർജിയും, ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജി ആൻഡ് കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ടാകുന്ന എനർജി, ഇത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് ഇലക്ട്രോ കെമിസ്ട്രിയിൽ ഡീൽ ചെയ്യുന്നത്. അപ്പൊ അതിന് ഒരു ഇലക്ട്രോ കെമിക്കൽ സെല്ലുണ്ട്. അതൊരു ഡിവൈസ് ആണ് ദാറ്റ് കൺവേർട്ട് കെമിക്കൽ എനർജി ഓഫ് റിയാക്ഷൻസ് ടു ഇലക്ട്രിക്കൽ, കെമിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇലക്ട്രോ കെമിക്കൽ സെൽ എന്ന് പറയുന്നത്. കോമൺലി ഗാൽവാനിക് സെൽ അല്ലെങ്കിൽ വോൾട്ടിക് സെൽ ആണ് അതിന് എക്സാമ്പിൾ. അങ്ങനെ ഗാൽവാനിക് സെല്ലിന്റെ ഒരു എക്സാമ്പിൾ ചോദിച്ചാൽ അത് ഡാനിയൽ സെല്ലാണ്. ഏത് സെല്ലാണ് ഇലക്ട്രോ കെമിക്കൽ സെൽസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഗാൽവാനിക് സെൽ അല്ലെങ്കിൽ വോൾട്ടിക് സെല്ലാണ്. ഗാൽവാനിക് സെല്ലിലെ ഏത് സെല്ലാന്ന് വെച്ചാൽ ഒരു എക്സാമ്പിൾ ഗാൽവാനിക്കിന്റെ ചോദിച്ചാൽ ഡാനിയൽ സെൽ. മനസ്സിലായോ? മനസ്സിലായി. കോമൺ ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു എക്സാമ്പിൾ ആണ് ഇപ്പത്തെ സൈഡിൽ വന്നിരിക്കുന്ന പിക്ചർ. അത് സിങ്ക്, സാൾട്ട് ഓഫ് സിങ്ക് കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു സൊല്യൂഷൻ, അതായത് സിങ്കിന്റെ സൊല്യൂഷൻ ആണ് ഒരെണ്ണം കോപ്പറിന്റെ സൊല്യൂഷൻ ആണ്. കോപ്പർ സൾഫേറ്റിന്റെ സൊല്യൂഷൻ എപ്പോഴും ബ്ലൂ ആയിരിക്കും. ഓക്കെ, അത് ഡിനോട്ട് ചെയ്യുക, ആലോചിക്കുക. പിന്നെ രണ്ടുപേരും ഡിഫറൻസ് കാണിക്കുന്നത് അങ്ങനെയാണ്. പിന്നെ അതിൻ്റെ ഉള്ളിൽ സിങ്ക് സൊല്യൂഷന്റെ ഉള്ളിൽ സിങ്കിന്റെ ഒരു കഷ്ണമാണ് നമ്മൾ ഡിപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പുറത്ത് കോപ്പർ സൾഫേറ്റിൽ കോപ്പറിന്റെ ആണ് ഇട്ടിരിക്കുന്നത്. ഇനി ഇത് രണ്ടുപേരിലും നമ്മൾ ഒരു ഇലക്ട്രിക് കറണ്ട് ഒരു വയർ ഉപയോഗിച്ചിട്ട് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യിക്കുകയാണ്. പിന്നെ അതിന്റെ ഇടയിൽ ഒരു സാൾട്ട് ബ്രിഡ്ജ്, നമ്മൾ വെറുതെ ഒരു ട്യൂബ് പോലെ നമ്മൾ സാൾട്ട് ബ്രിഡ്ജും കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിൽ ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യുമ്പോൾ ഇവർക്ക് എന്ത് ചേഞ്ചസ് ആ വരാന്നാണ്. കോപ്പർ പോസിറ്റീവ് ചാർജ് ഉള്ള ആളാണ്, സിങ്ക് നെഗറ്റീവ് ചാർജ് ഉള്ള ആളാണ്. എന്താ പറ്റുക നോക്കാം. ഇറ്റ് ഈസ് കൺസ്ട്രക്റ്റഡ് ബൈ ഡിപ്പിംഗ് സിങ്ക് റോഡ് ഇൻ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ ആൻഡ് കോപ്പർ റോഡ് ഇൻ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. തെറ്റേണ്ട കാര്യമില്ല. സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ ആണ് ഗ്രേ കളർ, ബ്ലൂ കളർ എപ്പോഴും കോപ്പർ സൾഫേറ്റ്. കോപ്പർ സൾഫേറ്റിൽ കോപ്പറിനെയാണ് മുക്കിയിരിക്കുന്നത്, സിങ്ക് സൾഫേറ്റിൽ സിങ്കിനെയാണ് മുക്കിയിരിക്കുന്നത്. ദ ടു സൊല്യൂഷൻസ് ആർ കണക്റ്റഡ് എക്സ്റ്റേണലി ബൈ മെറ്റാലിക് വയർ. മെറ്റൽ വയർ ഉപയോഗിച്ചിട്ട് ഒരു വോൾട്ട് മീറ്ററിലൂടെ നമ്മൾ ഈ ഒരു രണ്ടിനെയും കമ്പൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളിൽ നമ്മളൊരു സാൾട്ട് ബ്രിഡ്ജ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സാൾട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്ന ഒരു യു ഷേപ്പുള്ള ഒരു ഇനേർട്ട് ഇലക്ട്രോലൈറ്റ് ആണ്. NaNO3 ആണ് അതിൻ്റെ ഉള്ളിൽ ജെല്ലി പോലുള്ളത്. NaNO3 അല്ലെങ്കിൽ KNO3 ആയിരിക്കും സാൾട്ട് ബ്രിഡ്ജ്. ദ ഫങ്ഷൻസ് ഓഫ് സാൾട്ട് ബ്രിഡ്ജ് എന്ന് വെച്ചാൽ കംപ്ലീറ്റ് ദ ഇലക്ട്രിക്കൽ സർക്യൂട്ട്. ഇലക്ട്രിക്കൽ സർക്യൂട്ട് കംപ്ലീറ്റ് ആവാത്ത കേസിൽ സാൾട്ട് ബ്രിഡ്ജും കൂടെ ആയ ഫുൾ സർക്കിൾ ആയിട്ട് മാറും, സർക്യൂട്ട് ആയിട്ട് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സാൾട്ട് ബ്രിഡ്ജിനെ വെക്കുന്നത്. പിന്നെ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി, രണ്ട് സെല്ലിലും ആ ഒരു ന്യൂട്രൽ ഈക്വിലിബ്രിയം അല്ലെങ്കിൽ ന്യൂട്രൽ ആക്കി മാറ്റാൻ, സീറോ ആക്കി മാറ്റാനുള്ള കപ്പാസിറ്റി സാൾട്ട് ബ്രിഡ്ജിനുള്ളത്. വെരി ഇമ്പോർട്ടൻറ്റോ. സാൾട്ട് ബ്രിഡ്ജിന്റെ രണ്ട് ഫംഗ്ഷൻ കുറെ ക്വസ്റ്റ്യൻസിലുണ്ട്. അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന ഡാനിയൽ സെല്ലിൽ ഉണ്ടാകുന്ന ടോട്ടൽ റിയാക്ഷൻ എന്ന് പറയുന്നത് Zn Cu2+ കൂടി ചേർന്നിട്ട് Zn2+ Cu ആയിട്ട് മാറും. അതായത് സിങ്കും കോപ്പറും കൂടി ചേർന്നിട്ട് സിങ്കും കോപ്പർ തന്നെയാണ് ഉണ്ടാകുന്നത്. പക്ഷെ 2+, 2+ ചാർജ് കോപ്പറിനായിരുന്നു റിയാക്ടന്റിന്റെ സൈഡിൽ, പ്രൊഡക്റ്റിന്റെ സൈഡിൽ സിങ്കിന് കിട്ടും. മനസ്സിലായോ? പിന്നെ സിങ്കും കോപ്പറിന്റെ ആ ചേഞ്ച് ആണ് അവിടെ ഉണ്ടാകുന്ന ടോട്ടൽ റിയാക്ഷൻ. മനസ്സിലായോ? വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. കോമൺ ഈ ടോട്ടൽ റിയാക്ഷനും ഇപ്പൊ പറയാൻ പോകുന്ന റിഡക്ഷൻ ആൻഡ് ഓക്സിഡേഷൻ റിയാക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കോപ്പർ ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്, അതാണ് പറയുന്നത്. Cu2+ എന്ന് പറയുന്നത് അപ്പുറത്തെ സൈഡിലേക്ക് പോയപ്പോൾ Cu ആയിട്ട് മാറി. ആ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ Cu2+ന്റെ കൂടെ 2 ഇലക്ട്രോൺ ആയിരുന്നു, അതാണ് 2+ എന്ന് പറയുന്നത്. ആ ഇലക്ട്രോൺ ആണ് Cu ആയിട്ട് മാറിയത്. അപ്പൊ ആ 2+ ആരാ എടുത്തത്? സിങ്ക് ആണ്. Zn ആയിരുന്നു റിയാക്ടന്റ് സൈഡിൽ, പ്രൊഡക്റ്റിലേക്ക് പോയപ്പോ Zn2++ 2 ഇലക്ട്രോണും കൂടി. അപ്പൊ കുറഞ്ഞവര് Cu ആയതുകൊണ്ട് റിഡക്ഷൻ ഹാഫ് റിയാക്ഷൻ ആണ്, സിങ്കിന്റെ അവിടെ കൂടിയോണ്ട് ഓക്സിഡേഷൻ ഹാഫ് റിയാക്ഷൻ ആണ്. മനസ്സിലായോ? ടോട്ടൽ റിയാക്ഷൻ വായിച്ചേ. സിങ്കും കോപ്പറും കൂടിയ റിയാക്ഷൻ എന്താ? These reactions occur in two different portions of Daniel cell. Daniel cellന്റെ രണ്ടറ്റത്തായിട്ടാണ്, ഒരു സൊല്യൂഷൻ സിങ്കിന്റെയും ഒരു സൊല്യൂഷൻ കോപ്പർ, അങ്ങനെ രണ്ട് എൻഡിലാണ് ഈ റിയാക്ഷൻ നടക്കുന്നത്. The reduction of half reactions occurs in the copper electrode while oxidation half reaction. ഇതില് റിഡക്ഷൻ സൈഡ് നടക്കുന്നത് കോപ്പറിലാണ് നടക്കുന്നത്, ഓക്സിഡേഷൻ നടക്കുന്നത് സിങ്ക്. ഇങ്ങനെ രണ്ട് പോർഷൻ ആയിട്ട് ഒരു സെല്ലിന്റെ രണ്ട് സൈഡിൽ നടക്കുന്ന ഈ റിയാക്ഷനെ ഹാഫ് സെൽസ് ഓർ റിഡോക്സ് കപ്പിൾസ് എന്നാണ് പറയുന്നത്.
രണ്ട് എൻഡിലാണ് നടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ റിഡോക്സ് കപ്പിൾസ് എന്ന് പറയും, അല്ലെങ്കിൽ ഹാഫ് സെൽസ് എന്നാണ് പറയാ. കോപ്പർ ഇലക്ട്രോഡിനെ നമ്മൾ റിഡക്ഷൻ ഹാഫ് സെൽ എന്നും സിങ്കിനെ ഓക്സിഡേഷൻ ഹാഫ് സെൽ എന്നും പറയും. മനസ്സിലായോ? ഇനി ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, അതായത് tendency of a metal to lose or gain electron when it is contact with its own solution. സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനിലാണ് എന്തായി മാറിയത്? ഓക്സിഡേഷൻ സംഭവിച്ചത്. കോപ്പർ സൾഫേറ്റിന്റെ സൊല്യൂഷനിൽ ഇരിക്കുമ്പോൾ തന്നെയാണ് റിഡക്ഷൻ സംഭവിച്ചത്. ഇങ്ങനെ ഒരു മെറ്റലിനെ അതിന്റെ തന്നെ സൊല്യൂഷനിൽ ഇരിക്കുമ്പോൾ ഒന്നുകിൽ അതിന്റെ ഇലക്ട്രോണിനെ നഷ്ടപ്പെടാം, അല്ലെങ്കിൽ അതിന്റെ വേറൊരു ഇലക്ട്രോണിനെ കിട്ടാം. ഇങ്ങനെ നടക്കുന്ന ഈ ഒരു മെറ്റലിന്റെ പ്രോപ്പർട്ടീനെയാണ് നമ്മൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. മനസ്സിലായോ? മനസ്സിലായി. ഇനി when the concentration of all species involved in half cell is unity, എല്ലാ എലമെന്റിന്റെ കേസിലും അതിന്റെ കോൺസെൻട്രേഷൻ എന്താന്ന് വെച്ചാൽ ഒന്നാണ്, യൂണിറ്റി ആണ്. ദെൻ ദ ഇലക്ട്രോഡ്, അങ്ങനെ ഒന്നാണ്, യൂണിറ്റി ആണെങ്കിൽ അതിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിന്റെ കോൺസെൻട്രേഷൻ എങ്കിൽ നമ്മൾ അതിനെ പറയാ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്നാണ്. യൂണിറ്റി ആണെങ്കിൽ, മനസ്സിലായോ? 1 ആണെങ്കിൽ അതിനെ നമ്മൾ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്നാണ് പറയുന്നത്. According to IUPAC convention, standard electrode potential ne standard reduction potential ne standard electrode potential ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് കാഥോഡ് ആനോഡ് എന്താണെന്നാണ്. ഒരു ഗാൽവാനിക് സെല്ലിൽ ഓക്സിഡേഷൻ നടക്കുന്ന ആൾക്കാരെ നമ്മൾ എന്ത് പറയുന്നു? ആനോഡ് എന്ന് പറയുന്നു, വിച്ച് മീൻസ് പോസിറ്റീവ് ചാർജ്. ഇലക്ട്രോണുകളെ കിട്ടിയ ആൾക്കാരെയാണ് ആനോഡ് എന്ന് പറയുന്നത്. അവിടെ നടക്കുന്നത് ഓക്സിഡേഷൻ ആണ്. ഒരെണ്ണം പഠിച്ചാൽ മതി, എന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അപ്പുറത്തത്. അപ്പൊ ആനോഡ് എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ നടക്കുന്നതാണ്. അവിടുത്തെ ചാർജ് പോസിറ്റീവ് ആയിരിക്കും. അവർക്ക് ഇലക്ട്രോണുകളെ കിട്ടുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? 4 കാര്യങ്ങൾ മനസ്സിലായോ? ആനോഡിൽ എന്താ നടക്കുന്നത്? ഓക്സിഡേഷൻ ആണോ റിഡക്ഷൻ ആണോ? അപ്പൊ ഞാൻ പറയാം, ശ്രദ്ധിച്ചു കേട്ടോ. ആനോഡ് എന്ന് പറഞ്ഞാൽ ആനോഡിൽ നടക്കുന്നത് ഓക്സിഡേഷൻ ആണ്. അതിന് ഇലക്ട്രോണിനെ കിട്ടുന്നത് കൊണ്ടാണ് നമ്മൾ ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. അതിന്റെ ചാർജ് പോസിറ്റീവ് ആണ്. 3 എണ്ണം കിട്ടിയ ആനോഡ്, ഓക്സിഡേഷൻ, പോസിറ്റീവ് ചാർജ്, ഗെറ്റ് ഇലക്ട്രോൺ. ആനോഡിൽ നെഗറ്റീവ് ചാർജും കാഥോഡിൽ പോസിറ്റീവ് പൊട്ടൻഷ്യലും ആണ് കേട്ടോ. അപ്പൊ ആനോഡ് എന്ന് പറഞ്ഞാല് ആനോഡ് എന്നില്ലേ, അപ്പൊ നെഗറ്റീവ്, പിന്നെ ഓക്സിഡേഷൻ ആണ് നടക്കുന്നത്. ഓക്സിഡേഷൻ ആയതുകൊണ്ട് അതിന്റെ ഉള്ളിലേക്ക് ചാർജിന് വരികയാണ് ചെയ്യുന്നത്. റിഡക്ഷൻ സെയിൽ എന്ന് പറയുമ്പോ എന്താ? അവിടെ ഉള്ളതിന് വിറ്റൊഴിക്കലാണ്. അവരെ 10 എണ്ണം ഉണ്ടെങ്കിൽ അവർ 10 എണ്ണത്തിനെ കൊടുക്കലാണ്. അപ്പൊ റെഡ്യൂസ് ചെയ്യല്ലേ ചെയ്യുന്നത്, കുറയല്ലേ ചെയ്യുന്നത്. അങ്ങനെ ചിന്തിച്ചാൽ മതി. അപ്പൊ ശ്രദ്ധിച്ചോ, ആനോഡ് എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ, നെഗറ്റീവ് ചാർജ്, ഗെയിൻ ഇലക്ട്രോൺ. കാഥോഡിന്റെ പ്രത്യേകതകൾ പറഞ്ഞു, ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്. ഇനി സെൽ പൊട്ടൻഷ്യൽ. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 ഇലക്ട്രോഡ്സ് ഓഫ് ഗാൽവാനിക് സെൽ ഈസ് കോൾഡ് സെൽ പൊട്ടൻഷ്യൽ. അതായത് റിഡക്ഷനും ഓക്സിഡേഷനും നടക്കുന്നുണ്ടല്ലോ, ഇത് കാഥോഡ് ആനോഡ് ഉണ്ടല്ലോ, ഈ രണ്ടെണ്ണത്തിന്റെ ഇടയിലുള്ള ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിന്റെ ഡിഫറൻസിനെയാണ് സെൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. മനസ്സിലായോ? സെൽ പൊട്ടൻഷ്യൽ മനസ്സിലായോ? ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ഒരു ടോപ്പിക്കാണ് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്. അത് ഇതുപോലെ ചോദിക്കാറുണ്ട്. അത് ഇലക്ട്രോമോട്ടീവ് സെൽ ഫോഴ്സ് ഓഫ് എ സെൽ എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 ഇലക്ട്രോഡ്സ് വെൻ നോ കറന്റ് ഈസ് ഫ്ലോ ത്രൂ എ സെൽ. ഒരു സെല്ലിലൂടെ കറണ്ട് പോകുന്നില്ലെങ്കിൽ രണ്ട് ഇലക്ട്രോഡുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് പറയുന്നത്. കറണ്ട് പോകുമ്പോൾ ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ നമ്മൾ സെൽ പൊട്ടൻഷ്യൽ എന്നും, കറണ്ട് ഇല്ലാത്തപ്പോൾ പോകുന്നതിന് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് EMF എന്ന് പറയുന്നു. മനസ്സിലായോ? കറണ്ട് നമ്മളിപ്പോ നേരത്തെ പറഞ്ഞില്ലേ, സിങ്കും കോപ്പറും കൂടി ഒരു മെറ്റൽ വയർ ഉപയോഗിച്ച് കണക്ട് ചെയ്തു വോൾട്ട് മീറ്റർ വെച്ചിട്ട് പറഞ്ഞില്ലേ. അപ്പൊ അതിലൂടെ വോൾട്ട് മീറ്റർ ഓൺ ആക്കി കഴിഞ്ഞാൽ കറണ്ട് പാസ് ചെയ്യും സിങ്കിൽ നിന്ന് കോപ്പറിലേക്ക്. അപ്പൊ അത് കറണ്ട് പോകുന്നുണ്ടല്ലോ, കറണ്ട് പോകുമ്പോൾ ഉള്ള രണ്ട് കാഥോഡ് ആനോഡിന്റെ ഡിഫറൻസിനെയാണ് സെൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അതേസമയം കറണ്ട് പാസ് ചെയ്യാണ്ട് രണ്ടെണ്ണത്തിന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് എന്ത്? EMF. ഇനി ഒരു ഡാനിയൽ സെല്ലിന്റെ കംപ്ലീറ്റ് റിയാക്ഷൻ നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ സെൽ റെപ്രസെന്റേഷൻ ചോദിക്കും. കംപ്ലീറ്റ് റിയാക്ഷൻ നമ്മൾ പറഞ്ഞില്ലേ, Zn plus U gives Zn2 plus U അല്ലെ? അതിന്റെ സെൽ റെപ്രസെന്റേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ Zn solid സ്ലാഷ് ഇട്ടിട്ട് Zn2 plus aqueous. അതിന്റെ ഡബിൾ സ്ലാഷ് ഇടുക, കാരണം സിങ്കിന്റെ കഴിഞ്ഞു, ഇനി കോപ്പർ തുടങ്ങണം. അപ്പൊ ഡബിൾ സ്ലാഷ് ഇട്ടിട്ട് Cu2 plus aqueous.
ബാർ Cu സോളിഡ്. മനസ്സിലായോ? ഡാർക്കിൽ തന്നിരിക്കുന്ന അത്ര ഇമ്പോർട്ടന്റ് ആണ്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ അത് വരയ്ക്കാൻ അറിയണം, അതിൽ എന്താ നടക്കുന്നതെന്നുള്ള എക്സ്പ്ലനേഷൻ അറിയണം, അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന ടോട്ടൽ റിയാക്ഷൻ അറിയണം, കാഥോഡിൽ ഓക്സിഡേഷൻ റിഡക്ഷൻ നടക്കുന്നത് എവിടെയാണെന്ന് അറിയണം, സെൽ റെപ്രസെന്റേഷൻ അറിയണം. മനസ്സിലായോ? 5 കാര്യങ്ങളാണ് ഈ ഇലക്ട്രോഡിന്റെ കാര്യത്തിൽ വരുമ്പോ പറയുന്നത്. ഇനി നമുക്കുള്ളത് ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിനെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്നാണ്. We can measure only the difference between the two half cells potential that gives the EMF of the cell. നമ്മൾ EMF പറഞ്ഞു അല്ലെ. അപ്പൊ EMF എന്ന് പറഞ്ഞാൽ കറണ്ട് ഇല്ലാത്ത സമയത്ത് നമുക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിക്കാനുള്ള ഒരു ഉപാധിയാണ് EMF. അപ്പൊ നമുക്ക് എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് ഹാഫ് സെൽ കനോട്ട് ബി മെഷേർഡ്. അപ്പൊ നമുക്ക് രണ്ടെണ്ണത്തിന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് കണ്ടെത്താൻ പറ്റുന്നത്. ആനോഡും കാഥോഡിന്റെയും ഡിഫറൻസ്, ഒരെണ്ണത്തിൽ 3 ആണെങ്കിൽ ഒരെണ്ണത്തിൽ 2, ആ ഒരു ഡിഫറൻസിൽ ഇപ്പൊ 2 ഡിഫറൻസ് ആണ്. ഒരെണ്ണത്തിൽ 5 ഒരെണ്ണത്തിൽ 3 ആണ്, അതിന്റെ ഡിഫറൻസ് എന്താ? 2 ആണ്. പക്ഷെ രണ്ടെന്ന് നമുക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് തന്നാൽ ചിലപ്പോ ഒരെണ്ണം 5 ഒരെണ്ണം 7 ആയാലും ഡിഫറൻസ് 2 ആണ് അല്ലെ. അപ്പൊ ഡിഫറൻസേ നമുക്ക് EMF തരുന്നുള്ളൂ. ഇൻഡിവിജ്വൽ ആയിട്ട് ആനോഡിന്റെ അവിടെ എത്രയാണ് പൊട്ടൻഷ്യൽ, കാഥോഡിന്റെ അവിടെ എത്രയാണെന്ന് പറയുന്നില്ല. അത് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് മെഷർമെന്റ് ആണ് SHE എന്ന് പറയും, അതായത് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്, അല്ലെങ്കിൽ NHE നോർമൽ ഹൈഡ്രജൻ ഇലക്ട്രോഡ്. മനസ്സിലായോ? അതാണ് SHEയും NHEയും, അത്രയും മനസ്സിലാക്കിയാൽ മതി. പിന്നെ അടുത്തത് ഇലക്ട്രോ കെമിക്കൽ സീരീസ് ഉണ്ട്. എന്താണ് ഇലക്ട്രോ കെമിക്കൽ സീരീസ് എന്ന് പഠിക്കണം. It is a series which various electrodes are arranged in the decreasing order of their reduction potential. അതിൽ റിഡക്ഷൻ സംഭവിക്കുന്ന എലമെന്റുകളുടെ ഡിക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള, അതായത് ഏറ്റവും ടോപ്പിൽ ഇൻക്രീസിങ് ആയിരിക്കും, ഏറ്റവും റിഡക്ഷൻ നടക്കുന്ന, ഏറ്റവും കൂടുതൽ റിഡക്ഷൻ നടക്കുന്ന ഫസ്റ്റും ഏറ്റവും കുറവ് റിഡക്ഷൻ നടക്കുന്ന അടിയിലും, അങ്ങനെ ഒരു ഡിക്രീസിങ് ഓർഡറിൽ റിഡക്ഷൻ പൊട്ടൻഷ്യലിനെ അറേഞ്ച് ചെയ്തിട്ടുള്ള സീരീസിനെയാണ് ഇലക്ട്രോ കെമിക്കൽ സീരീസ് എന്ന് പറയുന്നത്. ഏറ്റവും ടോപ്പിൽ ഫ്ലൂറിൻ ഗ്യാസ് ആയിരിക്കും, അതേപോലെ ഏറ്റവും അടിയിൽ ലിഥിയം ആയിരിക്കും. ഇത്രയും 3 കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. ഇലക്ട്രോ കെമിക്കൽ സീരീസ് ആൻഡ് അതിൽ ടോപ്പിൽ ഫ്ലൂറിൻ ആൻഡ് ഏറ്റവും അടിയിൽ ലിഥിയം. മനസ്സിലായോ? അതിൽ ഫ്ലൂറിൻ സ്ട്രോങ്ങസ്റ്റ് ഓക്സിഡൈസിങ് ഏജന്റ് ആണ്, മറ്റേത് വീക്കസ്റ്റ് ഓക്സിഡൈസിങ് ഏജന്റ്. ഇത്രയും കിട്ടിയോ? ഇലക്ട്രോ കെമിക്കൽ സീരീസ് എന്താന്ന് മനസ്സിലായോ? ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് കേട്ടോ. വീക്ക് ഏറ്റവും മുകളിലുള്ളതായിരിക്കും സ്ട്രോങ്. ഡിക്രീസിങ് ഓർഡർ എന്ന് പറയുമ്പോൾ കുറഞ്ഞല്ലേ വരുന്നത്. അപ്പൊ ഏറ്റവും അടിയിലുള്ള ആളെ ഏറ്റവും വീക്ക്. ഇനിയുള്ളത് നേൺസ്റ്റ് ഇക്വേഷൻ ആണ്. അതിന്റെ ഡെറിവേഷൻ നമ്മൾ ശരിക്കും പഠിക്കണം. അപ്പൊ അതില് ഡെറിവേഷൻ പഠിക്കുക എന്ന് പറയുമ്പോൾ കുറച്ച് വലിയ ഒരു ടോപ്പിക് ആണ് അത്. അപ്പൊ നേൺസ്റ്റ് ഇക്വേഷൻ എന്താണെന്ന് നമുക്ക് പറയാം. അപ്പൊ അതിനകത്ത് തൽക്കാലം നേൺസ്റ്റ് ഇക്വേഷൻ പഠിക്കും. അതിലെ ചില പോയിന്റുകൾ ഞാൻ പറയാം. നമുക്ക് ഏതെങ്കിലും ഒരു മെറ്റൽ ആണ് നമ്മൾ എടുക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പൊ അതിനെ നമ്മൾ Mn+n ഇലക്ട്രോൺ, എന്ന് വെച്ചാൽ ഇപ്പൊ 2 ഇലക്ട്രോൺ ആവാം. ഇപ്പൊ Cu+2 ഇലക്ട്രോൺ Cu എന്ന് കിട്ടിയില്ലേ, അതിന്റെ കോമൺ ആയിട്ട് പറയാ ഏതെങ്കിലും ഒരു മെറ്റല്, അതിൽ എത്ര പ്ലസ് ആണ്, അപ്പൊ n+n ഇലക്ട്രോൺ ഗീവ്സ് m. അതാണ് അതിന്റെ കോമൺ ആയിട്ടുള്ള ഇക്വേഷൻ. മനസ്സിലായോ? ഫസ്റ്റ് ഇക്വേഷൻ. ഇനി അതിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമ്മൾ എഴുതുമ്പോ ഇതിനെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ E, നമ്മൾ ഈ മുമ്പ് പറഞ്ഞ സിങ്കും കോപ്പറിലും സെൽ പൊട്ടൻഷ്യൽ പറഞ്ഞില്ലേ, അതന്നെയാ അവിടെ പറയുന്നേ. അപ്പൊ ഒരു ഇലക്ട്രോണിന് Mn+m എന്ന് കൊടുക്കും. ഈ നോട്ട് ഉണ്ട്, ഈ നോട്ടിനും അതേപോലെ Mn+m കൊടുക്കും. പിന്നെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഫോർമുല +RT/NF ലോഗ്, പിന്നെ ഈ Mn ഒന്നുകൂടി കൊടുക്കും. Mn+ കോൺസെൻട്രേഷനും m കോൺസെൻട്രേഷനും. അത് അങ്ങനെ തന്നെ പഠിക്കണം, കാരണം അതതിന്റെ ജനറൽ ഫോർമുലയാണ്. അത് നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. ആ വന്നിട്ടുള്ളതിന്റെ വലിയൊരു ഡെറിവേഷൻ ഉണ്ട്. അപ്പൊ ഇത്രയും പഠിച്ചാൽ മതി. ഇത് മനസ്സിലായില്ലേ? Zn2+Zn ഡബിൾ ബാർ Cu2+Cu നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ സെൽ പൊട്ടൻഷ്യൽ, അതിനെ ജനറലൈസ് ചെയ്ത് പറഞ്ഞു തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ Mn+m ഈക്വൽ ടു E0 Mn+m +RT/NF. ln എന്ന് പറഞ്ഞ ലോഗാണ്, സ്ക്വയർ ബ്രാക്കറ്റ് എന്ന് പറഞ്ഞ കോൺസെൻട്രേഷൻ ആണ്. Mn+m. മനസ്സിലായോ? അപ്പൊ ഈ RT/NF ലോഗ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം, അതിന് നമുക്ക്
ഒരു വാല്യൂ കൊടുക്കുക. ആർ എന്ന് പറയുന്നത് RT/NF ലോഗിന് നമുക്ക് ഒരു വാല്യൂ കൊടുക്കാണ്. എന്താണ് 2.303 RT/NF ലോഗ് MN പ്ലസ് എത്രയൊക്കെ എഴുതിയാൽ മതി. അപ്പൊ എന്താണ് നേൺസ്റ്റ് ഇക്വേഷൻ എന്ന് വെച്ചാൽ E electrode equal to E naught electrode plus 2.303 RT/NF log concentration of Mn plus. എന്താണ് അപർണ ഇക്വേഷൻ വായിച്ചേ? ആ ഇക്വേഷൻ വായിച്ചേ ഇലക്ട്രോഡിന്റെ. പിന്നെ ഒരു വലിയ ഡെറിവേഷൻ ആണ്. ഇപ്പൊ തൽക്കാലം ഈ നേൺസ്റ്റ് ഇക്വേഷൻ നമുക്ക് എന്തായിട്ട് മാറുന്നു എന്ന് വെച്ചാൽ ജനറൽ കെമിക്കൽ റിയാക്ഷൻ ടൈപ്പ് എന്ന് പറഞ്ഞാൽ AA പ്ലസ് BB മൈനസ് NE മൈനസ് ഗീവ്സ് CC പ്ലസ് DD. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് മാറും എന്ന് വെച്ചാൽ E ഈക്വൽ ടു E0 സെൽ പ്ലസ് 0.059/N log concentration of AA, concentration of BB, concentration of CC, concentration of DD. എന്താണ് ജനറൽ കെമിക്കൽ റിയാക്ഷൻ ടൈപ്പിലേക്ക് നമ്മുടെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ നേൺസ്റ്റ് ഇക്വേഷൻ വരുമ്പോൾ വരുന്ന മാറ്റം അത്രയും പഠിച്ചാൽ മതി. ബാക്കിയുള്ള പഠിക്കുമ്പോൾ കൺഫ്യൂഷൻ ആണ്. ജനറൽ കെമിക്കൽ ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ ഏതാണ്? സ്മോൾ ലെറ്റർ എ, ക്യാപിറ്റൽ ലെറ്റർ എ പ്ലസ് അങ്ങനെ പറയണ്ട, AABB എന്ന് പറഞ്ഞാൽ മതി. എ പ്ലസ് BB NE നെഗറ്റീവ് gives CC പ്ലസ് DD. അപ്പൊ ഈ നേൺസ്റ്റ് ഇക്വേഷൻ എന്തായി മാറും? E സെൽ ഈക്വൽ ടു E raised to 0 സെൽ പ്ലസ് 0 സെല്ലിന് എന്താ എന്ത് സെല്ലാന്നാ ഞാൻ പറഞ്ഞത്? E naught സെൽ പ്ലസ് 0.0591 divided by N log A raised to A B raised to B. അങ്ങനെയല്ല. അപ്പൊ സ്ക്വയർ ബ്രാക്കറ്റോ? concentration of AA, concentration of BB by concentration of CC, concentration of DD. ഇനി നമുക്കുള്ളത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണ്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇതേപോലെ വാല്യൂ പഠിക്കുക. E naught സെൽ എന്ത് വരും വാല്യൂ? 0.0591/N log Kc at 298 Kelvin. അടുത്ത ആള് ഇലക്ട്രോകെമിക്കൽ സെൽ ആൻഡ് ഗിബ്സ് എനർജി ഓഫ് ദ റിയാക്ഷൻ. ഇലക്ട്രിക്കൽ വർക്ക് ഡൺ ഇൻ 1 second ഈസ് ഈക്വൽ ടു ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ മൾട്ടിപ്ലൈഡ് ബൈ ടോട്ടൽ ചാർജ് പാസ്ഡ്. ഇലക്ട്രിക്കൽ വർക്ക് നടക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡില് നടക്കുന്ന ഇലക്ട്രിക്കൽ വർക്ക് എത്രയാണ്? അതിലൂടെ പാസ് ചെയ്യുന്ന ചാർജിന്റെ മൾട്ടിപ്പിൾസ് ആണ്. ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യലിന്റെ മൾട്ടിപ്പിൾ ആണ് ബൈ ടോട്ടൽ ചാർജ് പാസ്ഡ്. അതായത് അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇതിലിപ്പോ ഇലക്ട്രോ കെമിക്കൽ സെല്ലും ഗിബ്സ് എനർജി ഓഫ് ദ റിയാക്ഷനും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഗിബ്സ് എനർജി നടക്കുന്നത് ഡെൽറ്റ ജി, അതായത് ഗിബ്സ് എനർജി ഡെൽറ്റ ജി ഈക്വൽ ടു മൈനസ് NFE സെല്ലാണ്. അപ്പൊ അവിടെ നമ്മളുടെ E സെൽ ഈക്വൽ ടു E നോട്ട് സെൽ എന്ന് നമുക്കറിയാം. അപ്പൊ ഡെൽറ്റ ജി നോട്ട് എന്ന് പറയുന്നത് മൈനസ് NFE നോട്ട് സെൽ ആയിട്ട് മാറും. From the measurement of E naught cell, we can calculate the standard Gibbs energy of the reaction. ഈ 3 സ്റ്റെപ്പ് പഠിച്ചാൽ മതി. ഇലക്ട്രോ കെമിക്കൽ സെല്ലും ഗിബ്സ് എനർജിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഗിബ്സ് എനർജി എന്ന് പറയുന്നത് കണക്ഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ മൈനസ് NFE സെല്ലാണ്. അതിൽ E സെൽ ഈക്വൽ ടു E നോട്ട് സെല്ലാണ് നമുക്കറിയാം. അപ്പൊ അങ്ങനത്തെ അത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. E സെൽ ഡെൽറ്റ ജി എന്ന് പറയുന്നത് ഡെൽറ്റ ജി നോട്ട് ആവും. E സെൽ എന്നുള്ളത് E നോട്ട് സെൽ ആവും. മനസ്സിലായോ? ഇനി ഇലക്ട്രോളിറ്റിക് സൊല്യൂഷന്റെ കണ്ടക്റ്റൻസ് ആണ്. എന്തോരം ഇലക്ട്രോളിറ്റിക് സൊല്യൂഷൻസ് ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യും. അതിൽ കുറച്ച് ആൾക്കാരുണ്ട്, റെസിസ്റ്റൻസ്, കണ്ടക്റ്റൻസ്, അങ്ങനത്തെ ആൾക്കാർ. അതിൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ഈസ് എ ഹിൻഡ്രൻസ് ടു ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ്. റെസിസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ തടയാന്നാണ്. നമ്മുടെ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസിന് ഇടയിൽ കുറച്ച് തടസ്സം കൊടുക്കുന്ന ആൾക്കാരാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അത് ഓം എന്ന് പറയുന്ന ഇതാണ് യൂണിറ്റ്. The resistance of a conductor is directly proportional to length of the conductor. ലെങ്ത് കൂടുന്തോറും ഈ റെസിസ്റ്റൻസിന് വ്യത്യാസം വരും. അപ്പൊ അത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. റെസിസ്റ്റൻസ് ഓഫ് ദ കണ്ടക്ടറിന്റെ ലെങ്തിനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അതിന്റെ വണ്ണം ഉണ്ടല്ലോ, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, അതിനോട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതായത് റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ R ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു L/A. R എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ്, L എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ, A എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ആറിനോട് ഡയറക്ട്ലി ആണ് L നിൽക്കുന്നത്. അപ്പൊ R ഈസ് റെസിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ ബൈ A ആണ്. അപ്പൊ റെസിസ്റ്റൻസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. മനസ്സിലായോ? ഇനി ഈ റെസിസ്റ്റൻസിൽ നിന്ന് തന്നെ റെസിസ്റ്റൻസിന്റെ
റോ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ഉണ്ട്, അതിനെ റെസിസ്റ്റിവിറ്റി എന്നാണ് പറയുന്നത്. ആർ ഈക്വൽ ടു റോ ഇൻറ്റു എൽ ബൈ എ, ഒരു റോനെയും കൂടി കൂട്ടിച്ചേർത്തിട്ടുള്ള എൽ ബൈ എ, അതാണ് റെസിസ്റ്റിവിറ്റി. എന്താണ് റെസിസ്റ്റിവിറ്റി എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ എ കണ്ടക്ടർ ഹാവിംഗ് എ യൂണിറ്റ് ലെങ്ത് ആൻഡ് യൂണിറ്റ്. ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 1 നടക്കാം. ഒരു ലെങ്ത് 1 സെന്റിമീറ്റർ ലെങ്ത്തും ഒരു ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും ഉള്ള ഒരു കണ്ടക്ടർ നൽകുന്ന റെസിസ്റ്റൻസിനെയാണ് റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് ഫോം ആണ്, എല്ലാം 1 വെച്ച് പറഞ്ഞാൽ അത് സ്റ്റാൻഡേർഡ് ആണ്. ഒരു ലെങ്ത് എത്രയാ 1 സെന്റിമീറ്റർ, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എത്രയാ 1. അങ്ങനെയുള്ള കണ്ടക്ടർ തരുന്ന റെസിസ്റ്റൻസ് എന്താണോ അതാണ് റെസിസ്റ്റിവിറ്റി. മനസ്സിലായോ? അപ്പൊ കണ്ടക്ടിവിറ്റി എന്തായിരിക്കും? റെസിസ്റ്റൻസ്, കണ്ടക്ടർ തരുന്ന റെസിസ്റ്റൻസിനെയാണ് റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. അവര് തരുന്ന കണ്ടക്ടൻസിനെയാണ് കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. സെയിം ഫോർമുല തന്നെ. ഒരു കണ്ടക്ടർ യൂണിറ്റ് ലെങ്ത്തും യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും ഉള്ള കണ്ടക്ടർ തരുന്ന റെസിസ്റ്റൻസിനെ റെസിസ്റ്റിവിറ്റി എന്നും ആ കണ്ടക്ടർ തരുന്ന കണ്ടക്ടൻസിനെ കണ്ടക്ടിവിറ്റി എന്നും പറയും. 2 ഡെഫിനിഷനും കിട്ടിയില്ലേ? കണ്ടക്ടൻസും റെസിസ്റ്റൻസും. ഇനി കണ്ടക്ടൻസ് എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. കണ്ടക്ടൻസ്, നമ്മുടെ റെസിസ്റ്റൻസ് R ആയതുകൊണ്ട് R തന്നെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. കണ്ടക്ടൻസിന് G എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. റെസിസ്റ്റൻസിന്റെ ഇൻവേഴ്സ് ആണ്, ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് കണ്ടക്ടൻസ്. റെസിസ്റ്റൻസ് ഇലക്ട്രിസിറ്റിയെ തടസ്സപ്പെടുത്തുന്ന ആളും കണ്ടക്ടൻസ് ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. G എന്ന് പറയുന്ന 1/R ആണ്, അതായത് റെസിസ്റ്റൻസിന്റെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇതിന്റെ യൂണിറ്റ് ഓം ആണ് റെസിസ്റ്റൻസിന്റെ, കണ്ടക്ടൻസിന്റെ ഓം റേസ് ടു -1. ഇക്വേഷൻ G ഈക്വൽ ടു 1/ρ ഇൻറ്റു A/L. അപ്പൊ G ഈക്വൽ ടു K ഇൻറ്റു A/L ആണ്. K എന്ന് പറഞ്ഞാൽ കണ്ടക്ടിവിറ്റി ആണ്. കണ്ടക്ടിവിറ്റി എന്താണെന്ന് നമ്മൾ പറഞ്ഞു. മനസ്സിലായില്ലേ? റെസിസ്റ്റൻസ് ആൻഡ് കണ്ടക്ടൻസ് ഡിഫറൻസ് ആണ് പറയുന്നത്. എന്താണ് റെസിസ്റ്റൻസ്? R ആണ് ഡിനോട്ട് ചെയ്യുന്നത്. കണ്ടക്ടൻസ് G ആണ്. എന്താണ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഹിൻഡ്രൻസ് ടു ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ആണ്. കണ്ടക്ടൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിച്ച് കണ്ടക്ട് ദ ഫ്ലോ ഓഫ്, വിച്ച് ഹെൽപ്സ് ടു സപ്പോർട്ട് ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺ, അത്രയും പറഞ്ഞാൽ മതി. മറ്റേതിന്റെ യൂണിറ്റ് ഓം ആണ്, ഇതിന്റെ യൂണിറ്റ് ഓം റേസ് ടു -1 ആണ്. കണ്ടക്ടർ ലെങ്ത് ഓഫ് ദ കണ്ടക്ടറിനോട് ഇൻവേഴ്സ് ഡയറക്ട്ലി പ്രൊപ്പോർഷണലും ഏരിയ ഓഫ് ക്രോസ് സെക്ഷനോട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലും ആണ്. അത് പറഞ്ഞില്ലെങ്കിലും ഡെറിവേഷൻ നമ്മുടെ ഇക്വേഷൻ പറയാം. R ഈക്വൽ ടു റോ ഇൻറ്റു എൽ ബൈ എ. റോ എന്ന് പറയുന്ന റെസിസ്റ്റൻസ്, റെസിസ്റ്റിവിറ്റി എന്താണെന്ന് പറഞ്ഞു. കണ്ടക്ടൻസ് G ഈക്വൽ ടു K ഇൻറ്റു A/L. K എന്ന് പറഞ്ഞ കണ്ടക്ടിവിറ്റി, അതും എന്താണെന്ന് പറഞ്ഞു. ഇത്രയും മനസ്സിലായോ? അപ്പൊ റെസിസ്റ്റൻസും കണ്ടക്ടൻസും പറയുമ്പോൾ ആദ്യം എന്ത് ലെറ്റർ വെച്ച് ഡിനോട്ട് ചെയ്യണമെന്ന് പറയാം. എന്താ റെസിസ്റ്റൻസ് എന്നുള്ള ഡെഫിനിഷൻ പറയാം. റെസിസ്റ്റൻസിന്റെ പ്രപ്പോർഷണാലിറ്റി കാര്യം പറയാം. പിന്നെ അതിന്റെ ഇക്വേഷൻ വരുമ്പോഴാണ് ഈക്വൽ ടു, മറ്റേത് പ്രപ്പോർഷണൽ വരാം. അപ്പൊ ഇക്വേഷൻ പറയുമ്പോൾ അതിൽ റോയും ഇവിടെ കെയും വരും. അവരാരാണെന്ന് പറയാം, അതിന്റെ ഇക്വേഷൻ പറയാം. അങ്ങനെ 6 കാര്യങ്ങളാണ് റെസിസ്റ്റൻസ് ആൻഡ് കണ്ടക്ടൻസ് ഡിഫറൻസ് പറയുമ്പോൾ കിട്ടേണ്ടത്. മനസ്സിലായോ? ഇനി അടുത്തത് 2 ടൈപ്പ് ഓഫ് കണ്ടക്ടൻസ് ആണുള്ളത്. ഇലക്ട്രോണിക്കും ഇലക്ട്രോണിക് ഓർ മെറ്റാലിക് കണ്ടക്ടൻസും ഇലക്ട്രോളിറ്റിക് ഓർ അയോണിക് കണ്ടക്ടൻസും. അപ്പൊ ഇലക്ട്രിക്കൽ കണ്ടക്ടൻസും ഇലക്ട്രോണിക് കണ്ടക്ടൻസും, അങ്ങനെ ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടൻസ് അങ്ങനെ പറഞ്ഞാൽ മതി. ഇലക്ട്രിക്കൽ കണ്ടക്ടൻസ് എന്ന് പറഞ്ഞാൽ ത്രൂ മെറ്റലിലൂടെ കണ്ടക്ട് ചെയ്യുന്ന ഇലക്ട്രിക്കൽ കണ്ടക്ടൻസിനെയാണ് മെറ്റാലിക് ഓർ ഇലക്ട്രോണിക് കണ്ടക്ടൻസ് എന്ന് പറയുന്നത്. ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാനായാലും മെറ്റൽ ഉപയോഗിച്ചിട്ടാണെങ്കിൽ അത് മെറ്റാലിക് ആണ്. This due to movement of electron, it depend on the nature and structure of metal, number of valence electrons per atoms and temperature. For electronic conductance, when temperature increases, conduction increases. Electrical conductance എന്താന്ന് ചോദിച്ചാൽ ത്രൂ മെറ്റൽ ആണെങ്കിൽ അതിന് ഇലക്ട്രിക്കൽ കണ്ടക്ടൻസ് ത്രൂ മെറ്റൽ ആണെങ്കിൽ അതിനെ ഇലക്ട്രോണിക് കണ്ടക്ടൻസ് എന്ന് പറയും. മനസ്സിലായോ? ഇതൊരു ഇലക്ട്രിക്കൽ കണ്ടക്ടൻസ് ആണ്. മെറ്റലിലൂടെയാണ് നടക്കുന്നതെങ്കിൽ ഇലക്ട്രോണിക് ആയിട്ട് മാറും. ഇലക്ട്രിക്കലും ഇലക്ട്രോണിക്കും വ്യത്യാസം എഞ്ചിനീയറിംഗ് ആയിട്ടല്ലേ? ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗും ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗും അല്ലേ? അപ്പൊ മെറ്റലിലൂടെയാണ് ഇലക്ട്രിക്കൽ കണ്ടക്ടൻസ് പാസ് ചെയ്യുന്നതെങ്കിൽ ഇലക്ട്രോണിക് കണ്ടക്ടൻസ് എന്ന് പറയും. ഇതിന് കാരണം ഇലക്ട്രോണുകളുടെ മൂവ്മെന്റ് ആണ്. എത്ര ഇലക്ട്രോണുകൾ വാലൻസ് ഉണ്ട്, വാലക്കി ഉണ്ട് എന്നൊക്കെ അറിയാം. നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇലക്ട്രിക് കണ്ടക്ടൻസ് ആണല്ലോ, ഇലക്ട്രിക്കൽ കണ്ടക്ടൻസ് ആണ്. അത് മെറ്റലിലൂടെയാണ് നടക്കുന്നതെങ്കിൽ ഇലക്ട്രോണിക് കണ്ടക്ടൻസ് എന്നാണ് പറയുക. വേറൊരു പേര് മെറ്റലിലായതുകൊണ്ട് മെറ്റാലിക് കണ്ടക്ടൻസ് എന്ന് പറയും. കാരണം അതിന്റെ ഇലക്ട്രോണുകളുടെ മൂവ്മെന്റ് അനുസരിച്ചിട്ടാണ്. അപ്പൊ മെറ്റലിന്റെ നേച്ചറും മെറ്റലിന്റെ സ്ട്രക്ചറും ഒക്കെ ഇതിനെ ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. ഇനി ടെമ്പറേച്ചർ കൂടുമ്പോൾ കണ്ടക്ടൻസും കൂടും.
ഇനി കണ്ടക്ടൻസ് ഓഫ് ഇലക്ട്രിസിറ്റി ബൈ അയോൺസ് പ്രസന്റ് ഇൻ ദ സൊല്യൂഷൻ. ഒരു സൊല്യൂഷനിലെ അയോണുകളിലൂടെയാണ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യണമെങ്കിൽ അതിനെ ഇലക്ട്രോളിറ്റിക് ഓർ അയോണിക് കണ്ടക്ടൻസ് എന്ന് പറയും. മനസ്സിലായോ? ബേസിക്കലി ഇലക്ട്രിസിറ്റിനെയാണ് പാസ് ചെയ്യുന്നത്. ഇലക്ട്രിസിറ്റിനെ തടയുന്ന ആളെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു. കണ്ടക്ട് ചെയ്യാൻ സഹായിക്കുന്ന ആളെ കണ്ടക്ടൻസ് എന്ന് പറഞ്ഞു നേരത്തെ, അല്ലെ? അങ്ങനെ പോകുന്ന ഈ ഇലക്ട്രിക്കൽ കണ്ടക്ടൻസ് മെറ്റലിലൂടെയാണ് ഇലക്ട്രിസിറ്റി പോകുന്നതെങ്കിൽ, ഏതെങ്കിലും ഒരു മെറ്റൽ, കോപ്പറോ അങ്ങനെയുള്ള ഏതെങ്കിലും ഇരുമ്പോ ഇതിലൂടെയൊക്കെ ഈ കറണ്ട് പോവുകയാണെങ്കിൽ അതിനെ നമ്മൾ ഇലക്ട്രോണിക് കണ്ടക്ടൻസ് എന്ന് പറയും. ഇനിയല്ല, ഒരു സൊല്യൂഷനിലെ പോസിറ്റീവ് ചാർജ്, നെഗറ്റീവ് ചാർജ്, അയോണുകൾ ഉണ്ടല്ലോ, ആ അയോണിലൂടെയാണ് ഇലക്ട്രോളിസിറ്റി പോകുന്നതെങ്കിൽ ഇലക്ട്രോളിറ്റിക് എന്ന് പറയും. ഇലക്ട്രിക് കണ്ടക്ടൻസ് ആണ്. ത്രൂ മെറ്റൽ ആണെങ്കിൽ ഇലക്ട്രോണിക്, ഇനി ത്രൂ അയോൺസ് ആണെങ്കിൽ ഇലക്ട്രോളിറ്റിക്. മനസ്സിലായോ? അതാണ് അവിടെ പറയുന്നത്. ഈ ഇലക്ട്രോണിക്കിന്റെ വേറൊരു പേരാണ് മെറ്റാലിക്, ഇലക്ട്രോളിറ്റിക്കിന്റെ വേറെ പേരാണ് അയോണിക്. ഇനി ഇവര് ഡിപ്പെൻഡ് ചെയ്യുന്നത് നേച്ചർ ഓഫ് ഇലക്ട്രോലൈറ്റ്, സൈസ് ഓഫ് അയോൺ, നേച്ചർ ഓഫ് സോൾവെന്റ്, കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ്, ടെമ്പറേച്ചർ. അതിന് ഇഷ്ടമുള്ള ഒരു 3 എണ്ണം പഠിച്ചു വെക്കാം. അതായത് ഇലക്ട്രോണിക് കണ്ടക്ടൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് നേച്ചർ ആൻഡ് സ്ട്രക്ചർ ഓഫ് മെറ്റലും നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസും. നമ്മുടെ ഇലക്ട്രോളിറ്റിക് ഡിപ്പെൻഡ് ചെയ്യുന്നത് നേച്ചർ ഓഫ് ഇലക്ട്രോലൈറ്റും സൈസ് ഓഫ് അയോണും നേച്ചർ ഓഫ് സോൾവെന്റും കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ്. അങ്ങനെ അതിൽ ഇഷ്ടമുള്ള ഒരു 3 എണ്ണം പഠിച്ചിരിക്കാം. മനസ്സിലായോ? ഇനി നമുക്കുള്ള ഒരു ടോപ്പിക് കണ്ടക്ടിവിറ്റി ഓഫ് അയോണിക് സൊല്യൂഷൻ. അയോണിക് സൊല്യൂഷനിലെ കണ്ടക്ടിവിറ്റി ആണ്. കണ്ടക്ടിവിറ്റി ഇക്വേഷൻ നമ്മൾ പഠിച്ചു. G = K × A/L. K = കണ്ടക്ടിവിറ്റി എന്ന് നമ്മൾ പഠിച്ചു. അപ്പൊ കണ്ടക്ടിവിറ്റി K = G × L/A. മനസ്സിലായോ? എങ്ങനെ G × L/A അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. K ഉണ്ടായിരുന്നത് ഇപ്പുറത്തേക്ക് വന്നു, G അപ്പൊ അപ്പുറത്തേക്ക് പോയി. അപ്പൊ L/A എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ഒരു കോൺസ്റ്റന്റ് ആക്കി എടുത്തു, G സ്റ്റാർ എന്ന് നമ്മൾ എടുത്തു. ബിക്കോസ് ഇറ്റ് ഡിപ്പെൻഡ് ഓൺ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇലക്ട്രോൺ ആൻഡ് ദിയർ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, യൂണിറ്റ് ഈസ് M. അപ്പൊ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് കണ്ടക്ടൻസ് ഇൻറ്റു സെൽ കോൺസ്റ്റന്റ് എന്നായിട്ട് വരും. മനസ്സിലായോ പറഞ്ഞത്? കണ്ടക്ടിവിറ്റിയുടെ ഇക്വേഷൻ നമ്മൾ മുമ്പ് പഠിച്ചില്ലേ? G = K × A/L. അതില് K എന്ന് പറയുന്നതാണ് കണ്ടക്ടിവിറ്റി. അപ്പൊ K എന്ന് പറയുന്നത് ഇക്വേഷൻ ആക്കി മാറ്റുമ്പോൾ K = K ഉണ്ടായ സ്ഥാനത്ത് G വരെ, G ഉണ്ടായ സ്ഥാനത്ത് K കൊടുക്കുക. അപ്പൊ എന്താ? K = G × L/A. L/A എന്ന് പറയുന്നതിനെ G സ്റ്റാർ സെൽ കോൺസ്റ്റന്റ് ആക്കി എടുത്താൽ K എന്ന് പറയുന്നത് കണ്ടക്ടിവിറ്റി, G എന്ന് പറയുന്നത് കണ്ടക്ടൻസ് ഇൻറ്റു L/A എന്ന് പറയുന്നത് സെൽ കോൺസ്റ്റന്റ്. അങ്ങനെയായിട്ട് മാറും ഇക്വേഷൻ. പിന്നെ നമുക്ക് ഈ തന്നിരിക്കുന്ന ഫിഗർ ഒന്ന് നോക്കുക. ഫിഗർ ഇതേപോലെ പഠിക്കുക. അപ്പൊ അതൊരു ബ്രിഡ്ജ് ഉണ്ട് അതിന്റെ ഇടയില്. അപ്പൊ അവിടെ കറണ്ട്, വെൻ നോ കറണ്ട് പാസസ് ത്രൂ ദ ഡിറ്റക്ടർ. അപ്പൊ നമ്മുടെ റെസിസ്റ്റൻസിനെ കുറിച്ചാണ് പറയുന്നത്. 4 റെസിസ്റ്റൻസ് ഉണ്ട്, R1, R2, R3, R4. അപ്പൊ നമ്മുടെ അവിടുത്തെ ആ റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാല് R1/R2 = R3/R4. അപ്പൊ നമുക്ക് R2ന്റെ റെസിസ്റ്റൻസ് അറിയില്ല എങ്കിൽ R2 = R1/R4/R3 എന്ന് പറയും. മനസ്സിലായോ പറഞ്ഞത്? നമ്മള് കണ്ടക്ടിവിറ്റി എന്താണെന്ന് നേരത്തെ പഠിച്ചില്ലേ? റെസിസ്റ്റൻസും കണ്ടക്ടൻസും പഠിച്ചപ്പോ റെസിസ്റ്റിവിറ്റിയും കണ്ടക്ടിവിറ്റിയും പഠിച്ചു. ആ ഇക്വേഷൻ ആണ് G = K × A/L. G is directly proportional to area of cross section by length എന്ന് പറഞ്ഞു. അതിന്റെ ഡയറക്ട്ലി പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ നമ്മൾ K കൊടുത്തു. K മീൻസ് കണ്ടക്ടിവിറ്റി എന്ന് നമ്മൾ മുമ്പ് പഠിച്ചു അല്ലെ? ഓർമ്മയില്ലേ? ആ ഇക്വേഷൻ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. G = K × A/L. അപ്പൊ അതിൽ നിന്ന് നമ്മുടെ ഹെഡിങ് എന്താ? കണ്ടക്ടിവിറ്റി കണ്ടെത്താനാണ്. തന്ന ഇക്വേഷനിൽ കണ്ടക്ടിവിറ്റി ഉള്ളതുകൊണ്ടാണ് ആ ഇക്വേഷൻ നമ്മളിപ്പോ തെരഞ്ഞെടുത്തത്. അപ്പൊ അതില് G = K × A/L. അതിൽ K ആണ് വേണ്ടത്. ജിയുടെ സ്ഥാനത്തേക്ക് K വേണ്ടോണ്ട് ജീനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. അപ്പൊ എന്തായി? K = G × L/A. ഈ L/Aക്ക് നമ്മൾ ഇവിടെ ഈ ഇക്വേഷൻ വരുത്താനായിട്ട് സെൽ കോൺസ്റ്റന്റ് എന്നുള്ള വാല്യൂ കൊടുക്കുകയാണ്, അതായത് G സ്റ്റാർ. അപ്പൊ ഇക്വേഷൻ എന്തായിട്ട് മാറും? K = G × G സ്റ്റാർ ആയിട്ട് വരും. അതിനെ വേർഡ്സിൽ എഴുതിയെന്നുള്ളൂ. കണ്ടക്ടിവിറ്റി = കണ്ടക്ടൻസ് ഇൻറ്റു സെൽ കോൺസ്റ്റന്റ്. മനസ്സിലായോ? ഇതുവരെ മനസ്സിലായോ? ഇനി നമ്മൾ ഒരു സർക്യൂട്ട് എടുക്കുകയാണ്. സർക്യൂട്ടിൽ 4 റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിട്ടുണ്ട്.
R1, R2, R3, R4 എവിടേക്കാണ് എഴുതിയേക്കണേ നോക്കുക കേട്ടോ. നടുക്ക് P എന്ന് പറയുന്ന ഒരു ഡിറ്റക്ടർ ഉണ്ട് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നത്. അപ്പൊ അവിടെ ഒരു ബ്രിഡ്ജ് ബാലൻസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറണ്ട് അതിൽ കൂടെ പാസ് ചെയ്യില്ല. അപ്പൊ അവിടെ അതൊന്നും അന്വേഷിക്കേണ്ട. ഇപ്പൊ റെസിസ്റ്റൻസ് എന്താണെന്ന് പറഞ്ഞാൽ ഈ ഫിഗർ വരയ്ക്കുക. അണ്ടർ ദിസ് കണ്ടീഷൻ R1/R2 എന്ന് പറയുന്നത് R3/R4 ഈക്വൽ ആണ്. ഇനിയിപ്പൊ അതിൽ R2 ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? R1 into R4 ക്രോസ് ചെയ്യുക. R1 into R4/R3. ഇതാണ് ഇക്വേഷൻ. അതായത് R1/R2 ഈക്വൽ ടു R3/R4 ആണ് ഇക്വേഷൻ. നമുക്ക് 4 തന്നിട്ടുണ്ടാവും. പക്ഷേ 4 ഒരെണ്ണം കണ്ടുപിടിക്കാനായിരിക്കും നമ്മുടെ പ്രോബ്ലം ആയിട്ട് വരിക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്തിട്ട് വേണം അതിന്റെ ഫോർമുല കണ്ടുപിടിക്കാൻ. ഇപ്പൊ R2 ആണെങ്കിൽ R1/R4/R3. അതെങ്ങനെയാ വന്നത്? R2 എന്ന് പറയുന്നത് ഇപ്പുറത്തെ അടിയിലല്ലേ? മോളിത്തെ 4 ഇക്വേഷൻ നോക്കുക. R1/R2 ഈക്വൽ ടു R3/R4 മാത്സിൽ പഠിച്ചതാണ് പറയണേ. അതിൽ R2 ആണ് വേണ്ടതെങ്കിൽ R1 into R4 ചെയ്യുക. R1 R4 എവിടെയാ നിൽക്കുന്നത് നോക്കിയേ. R2ന്റെ മുകളിലാണ് R1, R2ന്റെ ഇപ്പുറത്താണ് R4. അവര് തമ്മിൽ ക്രോസ് ചെയ്യുക. പിന്നെ അവിടെ ബാക്കിയുള്ളത് ആരാ? R3 അല്ലേ? അത് ഡിനോമിനേറ്റർ ആയിട്ട് എഴുതാം. ഇതുപോലെ R1 കണ്ടുപിടിക്കാനും R3 കണ്ടുപിടിക്കാനും R4 കണ്ടുപിടിക്കാനുള്ളത് നാളേക്ക് എഴുതി കൊണ്ടുവരിക. ഹോംവർക്കാണ്. ഇത്രയും എടുക്കണുള്ളൂ. താങ്ക് യു.